Mayadas? Yes, I am Mrs. Mayadas. What do you want? I am Prince. I want to talk to you about this girl. ഞങ്ങൾ ഇന്നലെ മുതൽ അന്വേഷിക്കുകയായിരുന്നു. ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വരൂ. ഇരിക്കൂ. ഹലോ. ഹലോ. ദേ, മഞ്ജുവിനെ കുറിച്ചാണ് ഇവർക്ക് അറിയേണ്ടത്. I am Prince. I am Das. ഹലോ. മഞ്ജുവിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? മഞ്ജു അല്ല, അഞ്ജു. ചിലപ്പോ മഞ്ജു തന്നെ ആയിരിക്കും. പേര് മാറ്റി പറഞ്ഞതാവാ കുട്ടി. എഡിറ്ററാണ് പറഞ്ഞ ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാന്ന്. ഇരിക്കും. ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഈ കുട്ടി മരിച്ചിട്ട് 2 വർഷമായി എന്നറിയുമ്പോഴുള്ളൊരു കൺഫ്യൂഷൻ. ഇന്നലെ വരെ ഈ കുട്ടി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെന്നോ? നോ, അത് ഈ കുട്ടി ആയിരിക്കില്ല. ഷുവർ. കഴിഞ്ഞ 6-7 ദിവസങ്ങളായി ഈ കുട്ടി ഞങ്ങളോടൊപ്പം എന്റെ വീട്ടിലുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ചരമക്കുറിപ്പ് ആരെങ്കിലും കൊടുക്കൂ? നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അല്ല അല്ല, ചിലപ്പോ മഞ്ജുവിന്റെ സഹോദരിയായിരിക്കും. അഞ്ജു നമ്പ്യാർ, മരിച്ചുപോയ മഞ്ജുവിന്റെ ഇരട്ട സഹോദരി, കേണൽ ദേവൻ നമ്പ്യാരുടെ മകൾ. പക്ഷേ ആ കുട്ടി ഞങ്ങളോട് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. മഞ്ജുവിന്റെ ഫാമിലി സ്റ്റോറിയാണ്. ഞാൻ തന്നെ എഴുതിയതാ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഊട്ടിയിലേറെ സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു അത്. ഇത് അഞ്ജു, ഇത് മഞ്ജു, ഇത് കേണൽ ദേവൻ നമ്പ്യാർ. അവരുടെ ആൽബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫോട്ടോസാണ്. കുട്ടികൾക്ക് 2-3 വയസ്സുള്ളപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ അവരുടെ അമ്മ മരിച്ചു. ഒരച്ഛനും തന്റെ മക്കളെ ഇത്രയധികം ലാളിച്ചിട്ടുണ്ടാവില്ല. ആ അച്ഛനോടും വിധി ക്രൂരത കാട്ടി. ബാരക്കിനകത്തും പുറത്തും ദേവൻ നമ്പ്യാർക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. രഹസ്യമായി സ്റ്റോറിൽ നിന്നും ആയുധങ്ങൾ പുറത്തു കടത്തിയിരുന്ന ഒരു സംഘത്തെ പിടികൂടിയതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. പുറത്തുള്ളവർ നമ്പ്യാരെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒന്നിനും വഴങ്ങാത്ത നമ്പ്യാർ അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. പട്ടാള കോടതി അവർക്ക് ശിക്ഷയും വിധിച്ചു. പക്ഷെ തിരിച്ചടിക്കാനായി പുറത്തുള്ളവർ കാത്തിരിക്കുകയായിരുന്നു. നമ്പ്യാർ റിട്ടയർ ചെയ്തു. കേണലിന്റെ അധികാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ ബാരക്കിന് പുറത്ത് തന്റെ മക്കളുമായി കഴിഞ്ഞിരുന്ന നമ്പ്യാരെ തേടി അവര് വന്നു. എന്താ?
മഞ്ജു, തന്റെ മകളെ നശിപ്പിച്ച ആ ചെറുപ്പക്കാരെ ക്രൂരമായി വെടിവെച്ചു കൊന്ന ആ മനുഷ്യനോട് നിയമം എന്തിന് ദയവ് കാട്ടണം? മരണം വരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. ഈ 15-ാം തീയതിയാണത്രേ ആ ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഒരിക്കൽ ഊട്ടി വെച്ച് കണ്ടപ്പോ ഞാനൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ആ കുട്ടി സമ്മതിച്ചില്ല. ദേവൻ നമ്പ്യാരെ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോടതിയോടുള്ള അയാളുടെ ഏക റിക്വസ്റ്റ് അത് മാത്രമായിരുന്നു. ഇവിടെ വെച്ചാണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചത്. അതുകൊണ്ടാണത്രേ തന്റെ അന്ത്യവും ഇവിടെ വെച്ച് തന്നെ ആകണമെന്ന് അയാൾ ആവശ്യപ്പെട്ടത്. അച്ഛന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ എന്തായാലും ആ കുട്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറ്റിയാൽ അന്ന് ആ കുട്ടിയോടും സംസാരിക്കണം. ഓക്കെ, താങ്ക് യു വെരി ശരി. മച്ച്. ഓക്കെ. ആ കഴിഞ്ഞ ദിവസം മോൾ എന്നെ കാണാൻ വന്നപ്പോ ഇവിടെ വെച്ച് ചിരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് അവൾ ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടിയെന്ന്. അത് പ്രിൻസിനെ പറ്റിയായിരുന്നു. സദാശിവന് പറ്റിയ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവൾ ഒരുപാട് ചിരിച്ചു. 2 വർഷത്തിന് ശേഷം അവൾ എന്റെ മുന്നിൽ വെച്ച് ചിരിച്ചത് അന്ന. ഞങ്ങള് ആ കുട്ടിയോട് ഒരുപാട് സാരമില്ല. ശരിക്കും എന്റെ മോള് കരയേണ്ട ദിവസങ്ങളാണ് ഇതൊക്കെ. ലോകത്തിന്റെ മുന്നിൽ ഞാനും എന്റെ മോളും ഏതോ കാഴ്ച വസ്തുക്കളെ പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഉള്ളു നീറുമ്പോഴും പുറത്തവളെ ചിരിപ്പിച്ചത് നിങ്ങളാണ്. ഫ്രണ്ട്സിനോട് അവളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ആരുടെയും സിമ്പതി അവൾക്ക് പണ്ടേ ഇഷ്ടമല്ല. ടൈമായതു. ഏതായാലും നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഭാഗ്യമായി. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം.
ഇനി എന്റെ മോള് ഇവിടെ വന്ന് എന്നെ കാണാൻ പാടില്ല. അവളെ കാണുമ്പോഴാണ് ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വരുന്നത്. ഓരോ തവണ അവളെ കാണുമ്പോഴും അവൾ അനുഭവിക്കുന്ന ദുഃഖം, അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. എല്ലാം കഴിയുന്നതുവരെ അവൾ നിങ്ങളോടൊപ്പം നിൽക്കട്ടെ. അതുവരെ അവളെ നിങ്ങൾ സഹായിക്കണം. പ്ലീസ്. എനിക്കറിയാം എന്റെ മോളുടെ കുസൃതികളും വികൃതികളും. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. സർ, പ്രിൻസ്, അവളൊരു പാവമാണ്. എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? അഞ്ജുവിനെ ഇറക്കി വിടേണ്ട 15-ാം തീയതി ആയോന്നറിയാൻ കലണ്ടറിൽ കണ്ണും നട്ടിരുന്നവരാ നമ്മൾ. എന്നിട്ടിപ്പോ അവളെ അന്വേഷിച്ച് നടന്ന് ജീപ്പിന്റെ ടയർ തേഞ്ഞു. അച്ഛന്റെ മരണം കൊണ്ട് അഞ്ജുവിനുണ്ടാകുന്ന ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് മാത്രമേ കഴിയൂ എന്നാ കേണൽ പറയുന്നത്. ദുരന്തങ്ങളുടെ കഥയൊന്നും പുറത്തറിയിക്കാതെ കളിച്ച് ചിരിച്ച് നടന്ന ആ കുട്ടിയോട് എനിക്ക് സഹതാപമല്ല, ബഹുമാനമാണ്. അച്ഛനെന്നെ അന്വേഷിച്ചോ? മേനോന് ഇനി പ്രിൻസ് എന്നൊരു മോനില്ല. അച്ഛാ, മിണ്ടിപ്പോരുത്. നാട്ടുകാരുടെ മുമ്പിൽ ഇനിയും മാനം കിടാൻ എനിക്ക് വയ്യ. നിനക്കില്ലേലും ഞങ്ങൾക്കില്ലേട ഒരു നിലയും വിലയും. ഓഫീസ് സ്റ്റാഫിന്റെ മുമ്പിൽ തലയുർത്തി നിൽക്കാൻ പറ്റാതെയായി. അമ്മേ, വേണ്ടടാ, എന്നെ ഇനി അമ്മയെന്ന് വിളിക്കരുത്. ഞാനിങ്ങനെ ഒരു മോനെ പ്രസവിച്ചിട്ടില്ല. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലെ നീ കാണാൻ വരരുത്. ഇന്നലെ വരെ ആരുടെ മുന്നിലും തല കുനിക്കാത്തവനാ നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ മോത്താ പെണ്ണു വീട്ടുകാരാക്കിയത്. ഈ കുടുംബത്തെക്കാൾ വലുത് കണ്ട ഒറ്റ പെണ്ണുങ്ങളല്ലേ. ഇറങ്ങി പോരാ അവിടുന്ന്. മോനെ, ഇതാ മൗണ്ട് വാലി മുന്തിരിത്തോട്ടത്തിന്റെ താക്കോല. ഇത് എന്തിനാണെന്ന് അറിയാമോ? എല്ലാം ആറി തണുക്കുന്നവരെ എന്റെ മോൻ അവിടെ തന്നെ താമസിക്കും. മോന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. എടാ, ഇറങ്ങി പോരാ അവിടുന്ന്. നോക്കിക്കൊണ്ട് നിൽക്കുന്നു.
പ്രിൻസേ വല്ലാത്ത ക്ഷീണം. എനിക്കൊരു ആട്ടു സൂപ്പ് വാങ്ങിച്ചാ അത് കഴിച്ച് നമുക്ക് കഴിഞ്ഞ എല്ലാം മറക്കാം. സൂപ്പുമില്ല ഒരു കോപ്പുമില്ല. നീ ചുമ്മാ ഇരിക്കേ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി, അതും ബാംഗ്ലൂർ പോലുള്ള ഈ സിറ്റിയിൽ. വേദാന്തൊന്നും വേണ്ട. കൂട്ടുകാരന്റെ സൂപ്പ് കുടിക്കാനുള്ള കൊതി തീർത്തിട്ട് മതി കൂട്ടുകാരെ കുറിച്ചുള്ള അന്വേഷണം. എപ്പോഴും നിന്റെ അടുത്തായിട്ട് നടക്കാൻ ഞാൻ മാത്രമേ കാണൂ, രാജകുമാരനെ മന്ത്രികുമാരനെ പോലെ. സൂപ്പ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, വേണമെങ്കിൽ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് അഞ്ചു ഇവിടെ എവിടെ? അയ്യോ എന്ത് പണിയായി കാണിച്ചേ? ഒന്നും പറയാൻ ഇറങ്ങിപ്പോ. ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ബാംഗ്ലൂരിൽ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷിക്കാൻ. അതെ. ബാക്കി. എന്ത് പറ്റി കാരന്? എന്ത് പറ്റി? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ. ഞാൻ ഈ കാർ നന്നാക്കിയിട്ട് ഫാം ഹൗസിൽ വന്നേക്കാം. പ്രിൻസ് അഞ്ജുനെ കൊണ്ട് പൊക്കോ. ഓക്കെ. ആ വാ, കം. വിട്. എവിടേക്കാ? ആരാ നിങ്ങൾ? അഞ്ജു, വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് അഞ്ജു. എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നീ സാധനം എടുത്ത് വണ്ടി വെക്കേ. വാ, നിങ്ങൾ വിട്. ഞാൻ പറയുന്നത് ഏയ്, എന്താ ഇത്? അല്ല, അഞ്ജു പറയുന്നത് എന്നെ വിട്. വരണം വരാൻ. എന്നെ വിടാനല്ലേ പറഞ്ഞത്? ഞാൻ വരുന്നില്ല. ചോദിച്ചാ, പിടി. ഞാൻ വരില്ല. വന്നേ, എന്നെ വിട്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുറെ നേരം ആയല്ലോ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷൈൻ ചെയ്യും, യോഗ ഉള്ളത് ഷൈൻ ചെയ്യും. ബ്രദർ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നല്ലേ, വേഗം കഴിച്ചെടുക്ക, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് അലിഞ്ഞു പോ. ഈ കുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു കാണട്ടെ. അയ്യേ മാറിയിക്കേ, മാറിയിക്കേ. മനസ്സിലായോ? വട്ടായി പോയെന്ന്. മെന്റൽ പേഷ്യന്റ്. गुंडागिरी ये और चलो 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 വാളാണ് കൈ മര്യാദക്കിരുന്നോണം. చాలా దూరం వేసింది